ഹലോ, അപ്പോൾ എല്ലാവരുടെയും പരാതി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ വിത്ത് ലവ് ഡിമാർട്ട് സീരീസ് ഇവിടെ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ലോങ് വീഡിയോയ്ക്ക് എൻ്റെ മനസ്സിൽ പല പല സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനാണ് ഇവിടെ വിജയിച്ചത്. ഫുൾ പരാതികളാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ. ഞാൻ കുറേ ആയി പേര് പറയുന്നു, ചേച്ചി എൻ്റെ പേര് ചെയ്യുന്നില്ല, പ്ലീസ് ഒന്ന് പേര് ചെയ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം. അപ്പോൾ ഇതിനൊരു പോംവഴി മസ്റ്റായിരുന്നു കേട്ടോ. പറഞ്ഞ് നമ്മുടെ ഫസ്റ്റ് നെയിം ഇവിടെ റെഡിയായി. ഹായ് ശ്രേയ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഒത്തിരി സന്തോഷം കേട്ടോ. ശ്രേയയുടെ പേരൊന്നും കാണാഞ്ഞിട്ടല്ല, പക്ഷെ ഓരോരോ പേര് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടേ അടുത്തത് ചെയ്യാൻ, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. ഇനി പറയാനുള്ളത്, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ, അതായത് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരുടെ പേരും കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതുപോലെ കുറച്ച് പേര് പിക്ക് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യുക. ഇനി ഇത് ഷോർട്സ് ഇടില്ലേ എന്ന് ആലോചിച്ച് സങ്കടം വേണ്ട കേട്ടോ. പതിയെ ഓരോരോ പേര് വെച്ച് ഷോർട്സ് ഇടാം. സിംഗിൾ വീഡിയോ ആകുമ്പോൾ ഒരൊറ്റ പേര് വരുന്നതിൻ്റെ സങ്കടമാണ് എല്ലാവർക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഈ വീഡിയോയിൽ പേരില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. അടുത്ത വീഡിയോയിൽ പേരുണ്ടാവുന്നേ. ഇല്ലെങ്കിലോ അതിൻ്റെ അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോയിൽ പേര് വന്നവർ ബാക്കിയുള്ളവരെ ഒന്ന് സമാധാനിപ്പിക്കണം. ആ ചുമതല ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. പറഞ്ഞ് നമ്മുടെ അടുത്ത പേര് ഇവിടെ റെഡിയായി. ശിവനന്ദിനി. ഹായ് ശിവനന്ദിനി, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സങ്കട കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലും ഒരു സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് ഈ നെയ്മാർട്ട് സീരീസ് ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നോ, നിങ്ങളിതിങ്ങനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നോ, ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നു, ഇത്രയും അധികം ഫാൻസ് ഈ നെയ്മാർട്ടിന് മാത്രം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫാമിലിയിലെ ഓരോരുത്തർക്കും വേണ്ടി ട്രിബ്യൂട്ടായിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ നെയ്മാർട്ട് സീരീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീരീസ് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞു പോംവഴി ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ അങ്ങനെ കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരാളല്ല. കഴ്സീവ് തട്ടിമുട്ടി ഇതുപോലെ എഴുതുമ്പോൾ അത് ഭംഗിയായി വരുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ആക്കി നോക്കിയിട്ട് എനിക്ക് അയച്ചു തരണേ. അങ്ങനെ നമ്മുടെ അടുത്ത പേര് ഇവിടെ റെഡിയായി. ഹായ് സരയു, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. പേരെഴുതിയത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യൂട്ട് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഔട്ട്ലൈനോ ഒക്കെ വരച്ചെടുക്കുക. ട്രേസ് ചെയ്തെടുത്താൽ മതിയെന്നേ. പിൻട്രസ്റ്റിൽ ഇഷ്ടം പോലെ പിക്സ് ഉണ്ട്. ഇനി ഇത്ര സിമ്പിൾ നിങ്ങൾക്ക് നോക്കി വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. എന്നിട്ട് ഇതുപോലെ ഏത് പേരാണോ എഴുതേണ്ടത് അത് വളരെ പതുക്കെ ആദ്യം പെൻസിൽ വെച്ച് കഴ്സീവ് എഴുതി നോക്കുക. ചിലപ്പോൾ നമ്മൾ എഴുതിയത് വൃത്തി ഉണ്ടാവണം എന്നില്ല. അപ്പം എന്ത് ചെയ്യണം? മായ്ച്ചിട്ട് വീണ്ടും എഴുതുക. എന്നിട്ട് ബ്ലാക്ക് പെൻ കൊണ്ട് മേലെ എഴുതിയാൽ ഇതിങ്ങനെ ഉണ്ടാവും. ഹായ് സമറിൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനി ബാക്കിയുള്ളവരുടെ പേര് അടുത്ത വീഡിയോയിൽ. ബൈ.